കയമ അരി, അതായത് നമ്മുടെ ബിരിയാണി റൈസ് എവിടെ നിന്ന് വന്നു? നമ്മൾ ഉപയോഗിക്കുന്ന ബിരിയാണി റൈസ് ഒറിജിനലാണ്. എന്തുകൊണ്ടാണ് കയമ അരിക്ക് ഇപ്പോൾ ഇത്ര വില വർദ്ധിക്കുന്നത്? ആദ്യം നമുക്ക് കൈമ അരി എന്താണെന്നും അതെവിടെ നിന്ന് വന്നു എന്നും നമ്മൾ ഉപയോഗിക്കുന്ന കൈമ ഒറിജിനൽ ആണോ എന്നും പരിശോധിക്കാം. ബിരിയാണി, നെയ്ച്ചോറ് തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരിനം സുഗന്ധമുള്ള അരിയാണ് കൈമ അരി. ഇതിനെ ജീരകശാല അരിയെന്നും വയനാടൻ കൈമ അരിയെന്നും പറയാറുണ്ട്. കൈമ അരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചെറിയ ഉരുണ്ട ധാന്യങ്ങളാണ്. ഇവ ജീരകത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ജീരകശാല എന്ന് വിളിക്കുന്നത്. പാകം ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേകമായ സുഗന്ധമുണ്ടാകുന്നു. ഇത് വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയും മണവും നൽകുന്നു. കൈമ അരി പാകം ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത സ്വഭാവം കാണിക്കുന്നു. ഇത് ബിരിയാണി പോലുള്ള വിഭവങ്ങൾക്ക് അനുയോജ്യമാണ്. പോഷകസമ്പുഷ്ടമായ ഈ അരിയിൽ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് ദഹിക്കാൻ എളുപ്പമുള്ളതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതുമാണ്. കൈമ അരി പ്രധാനമായും കൃഷി ചെയ്യുന്നത് വയനാട്ടിലാണ്. അവിടുത്തെ കാലാവസ്ഥയും കൃഷിരീതികളും ഈ അരിയുടെ പ്രത്യേക ഗുണങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു. വയനാടൻ ഗന്ധകശാല അരിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭൗമസൂചിക പദവി എന്നറിയപ്പെടുന്ന GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. കൈമ അരിയുടെ മറ്റൊരു വകഭേദമാണിത്. ഇത് ഈ അരിയുടെ തനിമയും പ്രാദേശിക പ്രത്യേകതയും ഉറപ്പാക്കുന്നു. കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾ പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നിരുന്ന നെല്ലിനങ്ങളിലൊന്നാണ് കൈമ. ഇന്ന് കേരളത്തിന്റെ പാചക പാരമ്പര്യത്തിൽ കൈമ അരിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. വിപണിയിൽ ഇതിന് ആവശ്യക്കാരേറെയാണ്. എന്നാൽ ഈ കൈമ തന്നെയാണോ നമുക്ക് കിട്ടുന്ന കൈമ? പശ്ചിമബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അരി ഉൽപ്പാദക സംസ്ഥാനമാണ്. അവിടെ ധാരാളം ചെറുധാന്യ അരിയിനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും കൈമ അരിയുമായി സാമ്യമുള്ളതുമായ ഒരു ഇനമാണ് ഗോവിന്ദ് അരി. പശ്ചിമബംഗാളിലെ ബർദ്വാൻ പോലുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധമുള്ള ചെറുധാന്യ അരിയിനമാണ് ഗോവിന്ദ് അരി. ഗോവിന്ദ് അരിക്ക് കൈമ അരിയുമായി രൂപത്തിലും രുചിയിലും വലിയ സാമ്യമുണ്ട്. ഈ അരി കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൈമ അരിയുടെ വലിയൊരു ഭാഗം പശ്ചിമബംഗാളിലെ ഗോവിന്ദ് അരിയാണ്. ഇപ്പോൾ കേരളത്തിൽ കൈമ അരിയുടെ വില വർദ്ധിക്കുന്നതിന്റെ പ്രധാനമായും രണ്ടു കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപ്പാദനക്കുറവ്. കൈമ അരി എന്ന പേരിൽ കേരളത്തിലെത്തുന്ന ഗോവിന്ദ് പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊന്നായ പശ്ചിമബംഗാളിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ കൃഷിയെ സാരമായി ബാധിച്ചു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാക്കി. രണ്ട്, കയറ്റുമതി വർധനവ്. ഇന്ത്യയിൽ നിന്ന് കൈമ അരിയുടെ, അതായത് ഗോവിന്ദ് കയറ്റുമതി വർദ്ധിച്ചതും ആഭ്യന്തര വിപണിയിൽ ലഭ്യത കുറയാൻ കാരണമായി. ഈ കാരണങ്ങൾ മൂലം വിപണിയിൽ കൈമ അരിക്ക് ക്ഷാമം നേരിടുകയും ഇത് വില കുത്തനെ ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏകദേശം 80 രൂപയിലധികം വില വർധന ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കൈമ അല്ലെങ്കിൽ ജീരകശാല എന്നറിയപ്പെടുന്ന അരിയിനം കേരളത്തിലെ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്നതാണ്. വയനാടൻ ഗന്ധകശാല പോലുള്ള തനതിനങ്ങൾ ഇതിൽപ്പെടുന്നു. തനത് മലബാർ ബിരിയാണി പോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്രാദേശിക അരിയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പശ്ചിമബംഗാളിലെ ഗോവിന്ദ് അരി കേരളത്തിൽ വ്യാപകമായി എത്തിയപ്പോൾ അതിന് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന കൈമ അല്ലെങ്കിൽ ജീരകശാല എന്ന പേര് ലഭിക്കാൻ കാരണമായി. അതുകൊണ്ട് ഇന്ന് വിപണിയിൽ ലഭ്യമായ കൈമ അരിയിൽ കേരളത്തിൽ നിന്നുള്ള പ്രാദേശിക ഇനങ്ങളും പശ്ചിമബംഗാളിൽ നിന്നുള്ള ഗോവിന്ദ് അരിയുമുണ്ട്. ചുരുക്കത്തിൽ കൈമ അരിയുടെ ഉത്ഭവം കേരളത്തിലെ മലബാർ മേഖലയിലാണെന്ന് പറയാം. എന്നാൽ ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന ഭൂരിഭാഗം കൈമ അരിയും പശ്ചിമബംഗാളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഗോവിന്ദ് അരിയാണ്.